ശബരിമല തീർത്ഥാടനം ആരംഭിച്ചു. അതിഭീകരമായ മനുഷ്യാവകാശ ലംഘനമാണ് ശബരിമലയിൽ നടക്കുന്നത്. അയ്യപ്പ ഭക്തന്മാരോട്, ശബരിമല തീർത്ഥാടകരോട് കടുത്ത ക്രൂരതയും അവഗണനയുമാണ് ഈ ഗവൺമെന്റ് നടത്തുന്നത്. മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് അയ്യപ്പ ഭക്തന്മാർ കുടിവെള്ളമില്ല. 6-7 മണിക്കൂർ ഇപ്പോൾ തന്നെ ക്യൂവിലാണ് അയ്യപ്പ ഭക്തന്മാർ. ഒരിടത്തും കുടിക്കാൻ ശുദ്ധജലമില്ല. കൊച്ചുകുട്ടികളും പ്രായമായവരുമെല്ലാം കുടിവെള്ളം കിട്ടാതെ വാവിട്ട് നിലവിളിക്കുന്ന ദൃശ്യങ്ങളാണ് ശബരിമലയിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നത്. പമ്പയിലും സന്നിധാനത്തും ഒരുക്കങ്ങളൊന്നും പൂർത്തിയായിട്ടില്ല. പമ്പയിൽ വിരിവിക്കാൻ സൗകര്യമില്ല, തർപ്പണത്തിനുള്ള സൗകര്യമില്ല, പമ്പാതടം ആകെ മലിനമായി കിടക്കുന്നു. തീർത്ഥാടന വഴിയിലൊന്നും വെളിച്ചമില്ല, ശൗചാലയങ്ങൾ പ്രവർത്തിക്കുന്നില്ല, എല്ലാം പൂട്ടിക്കിടക്കുകയാണ്. അടിസ്ഥാന സൗകര്യങ്ങളൊന്നും തന്നെ ഉണ്ടാക്കിയിട്ടില്ല. സന്നിധാനത്ത് ഭക്തജനങ്ങൾക്ക് വിശദമായി വിരിവെക്കാനുള്ള സൗകര്യമില്ല, താമസിക്കാനുള്ള സൗകര്യമില്ല. തിരക്ക് നിയന്ത്രിക്കാനുള്ള സംവിധാനങ്ങൾ അമ്പെ പരാജയപ്പെട്ടിരിക്കുന്നു. വളരെ പ്രഗത്ഭനായ ഒരു റിട്ടയർഡ് IAS ഉദ്യോഗസ്ഥനെ അവിടെ ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡന്റാക്കി ജനങ്ങളെ കണ്ണിൽ പൊടിയിടാമെന്ന് മാത്രമാണ് സർക്കാർ തീരുമാനിച്ചത്.